ഒരു കുഞ്ഞിനെ കിട്ടാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി അച്ഛനമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ കിട്ടുന്ന കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും കരിയിലകൾക്കിടയിൽ കൂട്ടിവെക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാരും നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് പലപ്പോഴും നമുക്ക് ചുറ്റും നടന്നു വരുന്നത്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ മനസ്സിനേക്ക് ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അനഭ എന്ന കുഞ്ഞിൻ്റേത്. ദിവ്യ എന്ന അമ്മയുടെ ഒരു നിമിഷത്തെ മാനസിക സംഘർഷം തകർത്തത് ഒരു കുഞ്ഞിൻ്റെ ജീവനായിരുന്നു. എന്തൊക്കെ ന്യായങ്ങൾ തന്നെ പറഞ്ഞിരുന്നാലും ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ദിവ്യ എടുത്തത് ഒരു വലിയ ക്രൂരകൃത്യം തന്നെയായിരുന്നു. എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്ക് ലഭിച്ചത് സ്വന്തം കുഞ്ഞിൻ്റെ കൊലപാതകി എന്ന അഡ്രസ്സാണ്. ഇപ്പോഴിതാ തൻ്റെ കൈകൊണ്ട് താൻ ഞെരിച്ചു കൊന്ന തൻ്റെ കുഞ്ഞിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ദിവ്യ. മുലപ്പാലിനൊപ്പം എല്ലാ അമ്മമാരെ പോലെയും താരാട്ടുപാട്ട് പാടി തന്നെയാണ് ദിവ്യയും കുഞ്ഞിനെ ഉറക്കിയത്. വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കുഞ്ഞിനെ നോക്കിയ ഒരമ്മ. അമ്മ നഷ്ടപ്പെട്ട ദിവ്യയ്ക്ക് അച്ഛൻ മാത്രമായിരുന്നു എല്ലാത്തിലും ഒരു താങ്ങും തണലുമായി നിന്നിരുന്നത്. പക്ഷെ അവൾക്ക് സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത ഒരു അമ്മ എന്ന മേൽവിലാസം കൂടെ ഇപ്പോൾ ലഭിക്കേണ്ടി വന്നു. ദിവ്യയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്ന സമയത്താണ് ദിവ്യ ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നത്. രണ്ടാം വിവാഹക്കാരനായ ആ ഡോക്ടറെ ദിവ്യയ്ക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. ഹിന്ദു ആചാരപ്രകാരമൊക്കെ വിവാഹം നടത്തിയെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ദിവ്യയോട് എന്നും വെറുപ്പ് തന്നെയായിരുന്നു. ദിവ്യയ്ക്ക് ആ വീട്ടിൽ നിന്നും കടുത്ത മാനസിക സംഘർഷങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ദിവ്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഭർത്തൃ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു പ്രതീക്ഷയാണ് ആ കുഞ്ഞെന്ന് ദിവ്യ കരുതി കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെ ദിവ്യ തീരുമാനിക്കുകയായിരുന്നു. സിസേറിയൻ നടത്തി കടുത്ത വേദനകളോടെ ഭർത്തൃ വീട്ടിലേക്ക് വന്ന ദിവ്യയ്ക്ക് വീണ്ടും അവിടെ നിന്നും ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നു. ഒടുവിൽ മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിലും ഈ ചെറുപ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളെല്ലാം ദിവ്യയെ ഒരുപാട് സംഘർഷത്തിലാഴ്ത്തിയിരുന്നു. എല്ലാ പേരോടും എന്തെന്നില്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ ദിവ്യയ്ക്ക് തോന്നിയിരുന്നു. മരവിപ്പിക്കുന്ന മരുന്നുകളും മാനസിക രോഗ ചികിത്സയും ഒക്കെ ദിവ്യയെ പിന്നെയും തളർത്തിയത് മാത്രമേ ഉള്ളൂ. സമ്മർദ്ദം തലയ്ക്ക് കയറി ഒരു നശിച്ച ദിവസം അതായിരുന്നു ദിവ്യയ്ക്ക് അന്നത്തേത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഭ്രാന്തമായ ഒരു നിമിഷത്തിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വരെ ആ അമ്മ തയ്യാറായി. ആദ്യം കുഞ്ഞിനെ വെള്ളത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. കുഞ്ഞിൻ്റെ കൈകാലുകളിട്ട് അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എപ്പോഴോ തൻ്റെ ഉള്ളിൽ അമ്മ പുറത്തു വന്നു. ഉടനെ തന്നെ കുഞ്ഞിനെ എടുത്ത് രക്ഷപ്പെടുത്തി തൻ്റെ അടുത്ത് തൻ്റെ ചൂട് പറ്റി ദിവ്യ കിടത്തി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലെ വീണ്ടും ഭ്രാന്തമായ ആ ചിന്തകൾ പുറത്തു വന്നു. ഒടുവിൽ കുഞ്ഞു തലയിണയെടുത്ത് ദിവ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞിനെ താൻ കൊന്നു എന്ന് മനസ്സിലായപ്പോൾ ആരോട് എന്തു പറയുമെന്ന് ദിവ്യയ്ക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ ദിവ്യ പോലീസിനോട് തന്നെ കുറ്റസമ്മതം നടത്തി. എന്തിനാണ് ഇത് ചെയ്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു എന്നായിരുന്നു ദിവ്യയുടെ മറുപടി. നീ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ നിന്റെ കുഞ്ഞ് ചത്തുപോയി എന്ന് പോലീസുകാരും തിരിച്ചു മറുപടി കൊടുത്തു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ അനഭ എന്ന ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അനഭ എന്നാണ് തൻ്റെ കുഞ്ഞിന്റെ പേരെന്നും മിന്നൽ എന്ന അർത്ഥമുള്ള തൻ്റെ കുഞ്ഞിന്റെ പേര് തന്നെ അനവർത്ഥമായി പോയി എന്നും ദിവ്യ കണ്ണീരോടെ പറയുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞിരുന്നാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞിരുന്നാലും ദിവ്യ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ദിവ്യ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും അതിന് ആ കുഞ്ഞൊരു കാരണമായിരുന്നില്ല. ഒന്നും അറിയാത്ത ഒരു പിഞ്ചു ജീവനെ നശിപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും തന്നെ അവകാശമില്ല. ഇനിയൊരു അമ്മയാകുമോ എന്ന ചോദ്യത്തിനും ദിവ്യയുടെ പക്കൽ മറുപടിയുണ്ട്. താൻ ഇനിയൊരു അമ്മയുമാകില്ല, ഒരു ഭാര്യയുമാകില്ല. താൻ ഇനി ഒറ്റത്തടിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ദിവ്യ പറയുന്നത്. പക്ഷെ എത്രയൊക്കെ ന്യായങ്ങൾ പറഞ്ഞിരുന്നാലും ദിവ്യയെ വിമർശിക്കുന്നവർ തന്നെയാണ് ഇന്നും കൂടുതൽ.